അതുകൊണ്ട് ഈ വെറുതെ നവമാധ്യമങ്ങളിൽ ഇങ്ങനെ കുറെ പോരാളികളെ ഇറക്കി വിട്ടുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ടല്ലോ. പറഞ്ഞു എവിടെ എത്തിയത്? എന്താ പയ്യന്നൂരിന്റെ ജനകീയനായ മുൻ MLA 10 വർഷക്കാലം പയ്യന്നൂർ MLA ആയി പ്രവർത്തിച്ച, പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി പ്രവർത്തിച്ച, പയ്യന്നൂരിലെ പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവായി ഇപ്പോഴും പ്രവർത്തിക്കുന്ന, കണ്ണൂർ ജില്ലയിലെ പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവായി ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന CPM നേതാവിനെ കുറിച്ച് നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാ? അയാൾ പാർട്ടിയിൽ നിന്ന് പുറത്തൊന്നും പോയില്ലല്ലോ. പാർട്ടിക്കെതിരെ പരസ്യമായി ഒരു അക്ഷരം അയാള് മിണ്ടിയിട്ടില്ലല്ലോ. അയാളെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത് നവമാധ്യമങ്ങളിലൂടെ? പാർട്ടിയുടെ മുൻ ഏരിയ കമ്മിറ്റി മെമ്പറും കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റുമായിരുന്ന ആളെ കുറിച്ച് എന്തൊക്കെയാ ഈ നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന? അയാൾ ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവല്ലേ? എതിരാളികൾ ആരെങ്കിലുമാണോ അയാളെ അവഹേളിക്കുന്നതിന് വേണ്ടി ഇത്തരം കുറിപ്പുകൾ നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത്? ആരാ പ്രചരിപ്പിക്കുന്നത്? എവിടെ എത്തി ഈ പാർട്ടി? ഗൗരവമായി ആലോചിക്കുന്നില്ലെങ്കിൽ ഭസ്മാസുരന് വരം കൊടുത്ത പോലെയാകും. ഭസ്മാസുരന് വരം കൊടുത്തതുപോലെ ആ പാർട്ടിയെ തന്നെ തകർക്കുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ വന്നു ചേരും എന്നതിൽ ഒരു തർക്കവുമില്ല. ആ നിലയിലേക്കാണ് ഈ സൈബർ പോരാളികൾ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അതുകൊണ്ട് ഈ പയ്യന്നൂരിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകണം, നിലനിൽക്കണം. അതിന് വിഘാതം സൃഷ്ടിക്കുന്ന, അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ ആരായാലും അവരെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് പ്രതിരോധിക്കാൻ നമുക്ക് കഴിയണം. നീതിപാലകർ പയ്യന്നൂരിലെയും കണ്ണൂരിലെയും ലോ ആൻഡ് ഓർഡർ സംരക്ഷിക്കേണ്ടുന്ന പോലീസ് സംവിധാനം ശക്തമായ നടപടി സ്വീകരിക്കണം. അവഗണന നിലപാട് സ്വീകരിച്ചാൽ ഒരിക്കൽ പോലും നിങ്ങൾക്ക് ഇത് അവസാനിപ്പിക്കാൻ കഴിയില്ല. അവസാനം പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് ഈ പയ്യന്നൂരിലെ സാഹചര്യം മാറും. അതുകൊണ്ട് അത്തരം ആലോചനകൾ ഉത്തരവാദപ്പെട്ട സർക്കാർ ഭരണ സംവിധാനത്തിന്റെ ഭാഗത്ത് നിന്ന് ഉൾപ്പെടെ ഉണ്ടാകണം എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ.